പറയണമെന്നാണ് ഇങ്ങനെ ഒരു പിടുത്തം കിട്ടുന്നില്ല അല്ലേ. ഇപ്പോട്ടെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റ് തുറന്നാണ് തുറക്ക്. ഇതിനകത്ത് ഏതോ പെണ്ണ് കെട്ടിയിട്ടേ വഴി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ആൻഡ് അതർ വീഡിയോ. ഗൈസ്, ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോത്തങ്കോട് നിഹാസിന്റെ കടയിലാണ്. അപ്പൊ ഗൈസ്, എന്താണ് പരിപാടി? എന്നാ പോത്തങ്കോട് SM ബേക്കറിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊന്നും ഒരു വ്ളോഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മാസങ്ങളായിട്ട് ഭയങ്കര കണ്ടുപിടി. ഞാൻ പറഞ്ഞ ഗൈസ്, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നബീൽ ബോസ്. അപ്പൊ നബീൽ ബോസിന്റെ ബർത്ത്ഡേയുടെ അനുബന്ധിച്ച് ഇന്ന് നമ്മളൊരു ചെറിയ സർപ്രൈസ് കൂട്ടുകാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയായിട്ടാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത്. രാത്രി 12 മണിക്കാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ സർപ്രൈസ് ആണ്, പുള്ളിക്കാരനെ അറിഞ്ഞൂടാ. അപ്പൊ അവന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. അപ്പൊ എങ്ങോട്ടാണ് എന്തൊക്കെയാണെന്നുള്ള പരിപാടിയൊന്നും കറക്റ്റ് നമ്മൾ തീരുമാനിച്ചില്ല. പക്ഷെ കേക്ക് നമ്മൾ മേടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി താഴെ ഇട്ട് നശിപ്പിച്ച്, അങ്ങനെ വീണ്ടും കേക്ക് പോയി മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം എവിടെയാണെന്നല്ലേ, നമ്മുടെ പോത്താണ് കണ്ട. ഇതാണ് ഗൈസ് നിഹാസിന്റെ ഉമ്മാടെ കട. അതുകൊണ്ടിരിക്കുന്നവൻ അവനെ തിരികെ വന്നാൽ മതി, നമ്മുടെ മൊണാർസിന്റെ അടുത്തായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ അവന് നമ്മളെ പറ്റിക്കണം, പേടിപ്പിക്കണം എന്നൊക്കെയാണ് ശ്രമം. പക്ഷെ നടക്കൂലെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ പ്ലാൻ നിഹാസ് പറഞ്ഞുതരും. ഞാൻ പോലും പറഞ്ഞില്ല ബർത്ത്ഡേ എന്നാണെന്ന്. എന്നെ ബ്രഹ്മ തന്നെ വിളിച്ചിട്ട് പറയണം അവനെ ബർത്ത്ഡേ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ് നടത്താമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു വീട്ടിൽ ആരെയും കൊണ്ടുവരാൻ പാടില്ല, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് മാറ്റിപ്പോൾ നേരെ കടലോട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കടലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 11 മണിയാകുമ്പോൾ വരും. വരാൻ നേരത്തെ നൈസായി വെളിയിറങ്ങി കട്ട് ചെയ്തിട്ട് അവനെ. സമയം എന്ന് പറയുന്നത് 9:17. 9:17. 9:17 ആയിട്ടുണ്ട്. കിസിന് ഇവർക്ക് 2:30 മണിക്കോ. ബേബിയിലെ ഡ്രസ് ഉണ്ടോ? ഷോർട്ട് ഡ്രസ് ഒന്നും അതാ മൊത്തം അരിപ്പ. ഇവിടെ ട്രെൻഡ് ആയിട്ടില്ലെന്ന്, ബ്രാൻഡാണ് ആ ഡ്രസ് ഒന്നും. നമ്മൾ 2 തവണ വണ്ടി അപ്പുറത്ത് മാറ്റി ഇടിപ്പിച്ച് സാധനം എടുത്ത് വെച്ചായിരുന്നു. മനസ്സിലായില്ല, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും മനസ്സിലായിട്ടില്ല. അത് പിന്നെ എങ്ങനെ എടുത്ത് ഇവനറിയാൻ സംശയം. പുറത്തോട്ട് പോയി വരുന്ന സമയമാവും. വർക്കൗട്ട് ചെയ്ത പുള്ളി നിഹാസ്. അതെ, നമ്മളിവിടെ വല്ല അങ്ങ് ചെയ്തു. നിഹാസ് ഫുള്ള് തെറ്റായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മാൻ. ഓക്കെ, എന്താടാ ചെറിയാണോ എടുത്തിരുന്നേ? കേക്ക് മുറിച്ചവരില്ല, ചെറിയ എടുത്ത് കൊടുത്തിരുന്നു. ഫോൺ കോൾ വന്ന് അങ്ങനെ പോയി കുറെ നേരമായി. നീല ഇതാണ് ഗൈസ് നബീലിന്റെ പുതിയ കാർ. കളിയല്ലേ ചിലപ്പോ നമ്മൾ ഇന്ന് കന്യാകുമാരി വരെ പോവും എന്നാണ് നബീൽ പറയണ. പക്ഷെ എന്നൊക്കെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. കഴിഞ്ഞ തവണ പോയതിന്റെ വൈബ് ഇപ്പോഴും മാറിയിട്ടില്ല. കന്യാകുമാരി കൊള്ളാല്ലേ? അപ്പൊ ഇനി എന്തായാലും ഒരു മിനിറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക എന്ത് പറയണമെന്നാണ് ഇങ്ങനെ ഒരു പിടുത്തം കിട്ടുന്നില്ല അല്ലേ. ഇപ്പോട്ടെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റ് കൊണ്ട് ഇനി 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്ന കാർ കണ്ട കാറാണ്. അളി വേലിയ ഫോക്സ് വാഗൻ വെർട്ടസ്. എത്ര ലക്ഷം അളിയത്? GT സ്പോർട്സ് എഡിഷൻ. എത്ര ലക്ഷം? ഓ, സ്പോർട്സ് പ്ലസ്. എത്ര ലക്ഷം? 23.8. എടേ 30 അത് കൂട്ടുന്നു. 11.50 വണ്ടി ഇതെല്ലാം വണ്ടി. ഓ 3G ആ ഫോണും കൊണ്ട് പോകണം. എടാ അവിടെ സ്ക്രാച്ച് കളിയാ. എന്തോ സൗണ്ട് കേൾക്കണമെന്ന് പറയുന്നവള്.
എന്തോ സൗണ്ട് എടാ ഇതിനകത്ത് എന്തോ സൗണ്ട് എന്നറിയാ എന്തോ സൗണ്ട് കേൾക്കണം തുറന്നാണ് തുറക്ക് തുറക്കടാ സീരിയസ്ലി എടാ ഇതിനകത്ത് ഏതോ പെണ്ണ് കെട്ടിടേണ്ടാ തുറന്നാളിയാ സൗണ്ട് കേൾക്കണേ ഹലോ എടുത്ത് കൈ പിടിയടാ അങ്ങനല്ല അങ്ങനല്ല ഹലോ മമ്മി ഇത് കൈ പിടി കൈ പിടി ലൈറ്റ് റോഡ് അങ്ങനെ നബീലിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഗൈസ് ഞാൻ കൂടുന്ന പിന്നെ യാസ്ലികയുടെ കടയിൽ കൂടാറുള്ളതല്ലേ ഞാൻ എന്റെ ബർത്ത്ഡേ ഒരു അങ്ങനെ കൂടാറില്ല ഗൈസ് പിന്നെ ഇതിന്റെ ഫുൾ പ്ലാനിങ് എന്ന് പറയണത് ബ്രഹ്മത്തായിരുന്നു ഗൈസ് വർക്കൗട്ട് ചെയ്ത ഫുള്ള് നിഹാസ് അതെ നമ്മളിവിടെ വല്ല അങ്ങ് ചെയ്തു നിഹാസ് ഫുള്ള് തെറ്റായിരുന്നു ഗൈസ് അങ്ങനെ നബീലിന് നിഹാസ് ഗിഫ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം നീ ആ ഉടുപ്പൂരിട്ട് അത് കിടക്കുന്ന സാധനം ഇട് പിന്നെ അതെ ചാടും യെസ് ഗൈസ് ഹലോ ഗൈസ് അങ്ങനെ താണ്ടേ ഇവിടെ നടത്തോട്ട് ഗൈസ് തിരുവനന്തപുരത്ത് ഈ പാലത്തിന്റെ ലൈറ്റ് ഒക്കെ ഇട്ടേക്കെന്ന് പറഞ്ഞപ്പോ നമ്മള് വന്നപ്പോ ലൈറ്റ് ഇല്ല ഗൈസ് ലൈറ്റ് ഇല്ലാത്ത പാലം ഗൈസ് അതെ ഈ പാലത്തിന് ഫുള്ള് ലൈറ്റ് യോ ഗൈസ് ആക്ച്വലി നമ്മുടെ ഒരു ഈ ട്രിപ്പിൽ ചെറിയൊരു പ്ലാൻ ചേഞ്ച് നടന്നു നമ്മള് ബ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യുവാണ് റീസൺ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാനുള്ള പ്ലാനിങ് ആണ് ഞാൻ കാണുന്നത് ഇവരായിരിക്കും അപ്പം അവിടെ വെച്ച് കാണാം ബൈ.